ലോകമൊന്നായി വീണ്ടെടുത്തവനേ, താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. ഉപവാസവും പ്രാർത്ഥനയും എല്ലാ മതങ്ങളും അംഗീകരിച്ചിട്ടുള്ളതാണ്. എല്ലാ മതങ്ങളിലും ഉപവസിക്കുക സ്വാഭാവികമായിട്ടുള്ള കാര്യവുമാണ്. ക്രിസ്തു മതത്തിലും യഹൂദ മതത്തിലും അത് നിലനിൽക്കുന്നുണ്ട്. യഹൂദ മതത്തിൽ ഉപവാസം എന്നത് നോമ്പ് കാലത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയാണ്. ഈ ഉപവസിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ തന്നെ വിനീതനാക്കുക എന്ന അർത്ഥത്തിലാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഉപവസിക്കുമ്പോൾ നമ്മെ തന്നെ ദൈവത്തിന് വിശുദ്ധീകൃതരായി ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്നു എന്ന കാര്യമാണ് നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടത്. നമ്മുടെ ഉപവാസം നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി ഉപകാരം കിട്ടത്തക്ക വിധത്തിലായിരിക്കണം. അതുകൊണ്ടാണ് യഹൂദ റാബിമാർ നിങ്ങൾ ഉപവസിക്കുന്നത് കൊണ്ട് ദരിദ്രന് പ്രയോജനം കിട്ടിയില്ലെങ്കിൽ നിങ്ങളുടെ ഉപവാസം നിഷ്ഫലമാണ് എന്ന് പഠിപ്പിച്ചിരുന്നത്. ക്രിസ്തുമതവും അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ്. ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് പിന്മാറുന്ന നമ്മൾ അതിൽ നിന്ന് ഉണ്ടാകുന്ന ലാഭം കൊണ്ട് ദരിദ്രരെ സംരക്ഷിക്കാൻ പ്രത്യേകമായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ അടിസ്ഥാനപരമായ ഒരു കടമയാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. നോമ്പുകാലം ഉപവാസത്തിൻ്റെ കാലമാണ്. ഉപവാസം ദരിദ്രർക്ക് വേണ്ടി ഉപകാരം ചെയ്യാനുള്ള ഒരു കാലഘട്ടവുമാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത് എന്നാണ് എനിക്ക് പ്രത്യേകം പറയുവാനുള്ളത്. ഉപവാസം കൊണ്ട് നമുക്ക് ശാരീരികവും മാനസികവും ആത്മീയവുമായ നേട്ടമുണ്ടാകുന്നു. ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ച് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുക എന്ന കൽപ്പനയനുസരിച്ച് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ദൈവകൽപ്പന നമ്മൾ പൂർണ്ണമായി നിറവേറ്റുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഉപവാസം നോമ്പ് കാലത്തിൻ്റെ ഒരു മൗലിക ഘടകമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉപവാസമില്ലാതെ നോമ്പ് നോക്കിക്കൊണ്ട് പ്രയോജനമില്ല. നോമ്പ് പ്രാർത്ഥന കൊണ്ട് മാത്രം അവസാനിക്കുന്നത് ശരിയല്ല എന്നാണ് നമ്മൾ കരുതേണ്ടത്. പ്രാർത്ഥന ആർക്കും ചെയ്യാം, ആർക്കും നടത്താൻ കഴിയും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രത്യേക പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. നമ്മുടെ ദരിദ്രരെ സംരക്ഷിക്കുക നമ്മുടെ അടിസ്ഥാനപരമായ കടമയാണല്ലോ. അതുകൊണ്ട് നമ്മൾ അത് തീർച്ചയായും അങ്ങനെ തന്നെ നിർവഹിക്കണം എന്നതിൽ തർക്കമില്ല. ഉപവാസവും പ്രാർത്ഥനയും എല്ലാ മതങ്ങളും അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ചില മതങ്ങളിൽ അത് വളരെ കർക്കശമായി അനുഷ്ഠിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പല മതങ്ങളിലും അങ്ങനെ തന്നെ അനുഷ്ഠിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ക്രൈസ്തവർ 100% പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും നോമ്പുകാലം വിനിയോഗിക്കണം എന്നതിൽ യാതൊരു സംശയവുമില്ല.